വടകര പുതുപ്പണത്ത് പുതുതായി നിർമ്മിക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ റൂറൽ ജില്ലാ ജയിലിന്റെ ഒന്നാം ഘട്ട നിർമ്മാണ പ്രവൃത്തിയുടെ ശിലാസ്ഥാപന കർമ്മം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. വടകര ജില്ലാ ജയിലിന് ആധുനിക സൗകര്യങ്ങളോടെ പുതുപ്പണത്ത് പുതുതായി നിർമ്മിക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ റൂറൽ ജില്ലാ ജയിലിന്റെ ഒന്നാം ഘട്ട നിർമ്മാണ പ്രവർത്തനമായ ചുറ്റുമതിലിന്റെയും പ്രധാന കവാടത്തിന്റെയും ശിലാസ്ഥാപന കർമ്മം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. വടകര റൂറൽ ജില്ലാ ജയിലിന്റെ ശിലാസ്ഥാപനവും നിർവഹിക്കുക. കേരളത്തിലെ ജയിലുകൾ ഇന്ന് കേവലം ശിക്ഷാ കേന്ദ്രങ്ങളല്ല, മറിച്ച് തടവുകാരുടെ ചിന്തകളിലും ജീവിത രീതികളിലും ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന തിരുത്തൽ കേന്ദ്രങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ജീവനക്കാർക്കുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് പുറമെ തടവുകാർക്ക് മെച്ചപ്പെട്ട മാനസികാരോഗ്യ പിന്തുണയും തൊഴിൽ പരിശീലനവും ഉറപ്പാക്കുന്നതിനും തയ്യാറാകുന്നത്. അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് തിരികെ എത്തിക്കുക എന്നതും നമ്മുടെ ലക്ഷ്യമാണ്. ആധുനിക സുരക്ഷാ മാനദണ്ഡങ്ങളോട് നിർമ്മിച്ച ആലപ്പുഴ സബ് ജയിൽ പ്രവർത്തന സജ്ജമാകുന്നതോടെ തടവുകാരുടെ ബാഹുല്യം കുറക്കാനും ഉദ്യോഗസ്ഥർക്ക് മെച്ചപ്പെട്ട മേൽനോട്ടം ഉറപ്പാക്കാനും സാധിക്കും. ജയിൽ അന്തേവാസികളുടെ പുനരധിവാസത്തിന് മുൻഗണന നൽകുന്ന തരത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ്, കൗൺസിലിംഗ് റൂം, ഇങ്ങനെ വിപുലമായ സൗകര്യങ്ങളാണ് തൃക്കാക്കര ബോസ്റ്റൽ സ്കൂളിൽ ഒരുക്കിയിട്ടുള്ളത്. കണ്ണൂർ സെൻട്രൽ പ്രിസണിലെ പുതിയ കഫറ്റീരിയയും തടവുകാരുടെ ക്ഷേമത്തിനായുള്ള മറ്റൊരു നടപടിയാണ്. സുതാര്യവും സത്യസന്ധവുമായ ഭരണനിർവഹണം ഉറപ്പാക്കുന്നതിൽ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ വഹിച്ചു പോരുന്ന പങ്ക് വളരെ വലുതാണ്. അഴിമതിരഹിത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ വിജിലൻസിന് കരുത്തുറ്റ സംവിധാനം ആവശ്യമാണ്. നമ്മുടെ രാജ്യത്ത് അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം എന്ന പദവി ഇതിനകം നേടാൻ നമുക്കായിട്ടുണ്ട്. എന്നാൽ അതുകൊണ്ട് നാം പൂർണ്ണ തൃപ്തരല്ല. അഴിമതിരഹിത കേരളം എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഈ കാഴ്ചപ്പാടോടെ വിജിലൻസ് വകുപ്പിനെ ആധുനികവൽക്കരിക്കുന്നതിന് ഈ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട്. അതിനും പുറമെയാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന പദ്ധതികൾ. MLA KK രമ അധ്യക്ഷത വഹിച്ചു. ഉദ്യോഗസ്ഥന്മാരെ പോലും അടക്കി നിർത്തുകയും അടക്കി ഭരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ചിലപ്പോഴെങ്കിലും ചില ജയിലുകളിൽ ഉണ്ടാകുന്ന കാണാനിടയുണ്ട് എന്നുള്ളതും നമുക്ക് തീർച്ചയായിട്ടും നിലവിൽ വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ജയിലിലുള്ള ആളുകൾ തീർച്ചയായിട്ടും അവരെ നമ്മൾ അങ്ങനെ തന്നെ കാണുകയും അവരെ അത്തരത്തിൽ മാറ്റിയെടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുകയും അവിടുന്ന് തന്നെ ക്രിമിനൽ പ്രവർത്തനം നടത്താനുള്ള അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ നടത്താനുള്ള അവസരങ്ങൾ എടുക്കാതിരിക്കാൻ ആവശ്യമായ ജാഗ്രതയും അതിനനുസരിച്ചുള്ള ബോധപൂർവമായ ഇടപെടലും ഉദ്യോഗസ്ഥന്മാരുടെയും ഭരണാധികാരികളുടെയും ഒക്കെ ഭാഗത്തു നിന്ന് ഉണ്ടായേ തീരൂ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് അങ്ങനെയല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ചില വാർത്തകൾ, ചില സന്ദർഭങ്ങൾ അങ്ങനെ അതിന് വിപരീതമായി വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ജയിലകപ്പെട്ട ശിക്ഷ വലിയ തോതിൽ ഏറ്റവും വലിയ ശിക്ഷ ലഭിച്ച് ജയിലിൽ കഴിയുന്ന ക്രിമിനലുകൾ അവരുടെ ശിക്ഷാ കാലാവധിക്കകത്ത് അതിനകത്ത് ആ ശിക്ഷയിൽ പറഞ്ഞതിലേക്ക് അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ഇറങ്ങി പുറത്തു വരുമ്പോൾ ഒരുപക്ഷെ അതിനിരയായ ആളുകൾ
ഇവർ നടത്തിയ കുറ്റകൃത്യത്തിന്റെ ഭാഗമായി ഇരയാക്കപ്പെട്ട ആളുകൾ വലിയ തോതിൽ നീതിക്ക് വേണ്ടിയിട്ടാണ് അത്തരം ഇരകളൊക്കെ കോടതിയെയും നമ്മുടെ നീതിന്യായ സംവിധാനങ്ങളെയും ഒക്കെ സമീപിക്കുന്നത്. അങ്ങനെ സമീപിച്ച് ആ നീതി കിട്ടുമ്പോൾ പക്ഷേ അതിനകത്ത് നീതി കിട്ടി ഒരുപക്ഷെ കുറ്റം ശിക്ഷിക്കപ്പെട്ട് ജയിലിനകത്തേക്ക് എത്തുന്ന ആളുകൾ അതല്ല മറിച്ചൊരനുഭവം ഉണ്ടാകുമ്പോൾ ഇപ്പുറത്തുള്ളാകുന്ന ഇരകൾക്കുണ്ടാകുന്ന വേദനകളും പ്രയാസങ്ങളും ചെറുതായിരിക്കില്ല എന്നുകൂടി നാം ഓർക്കണം. കാരണം അതുകൊണ്ട് അവരെ ആ തരത്തിൽ ജയിലുകളിൽ കാണണമെന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷേ തീർച്ചയായിട്ടും അവരെ തിരുത്താനുള്ള ഉത്തരവാദിത്തം ഈ സമൂഹത്തിനുണ്ട്. തിരുത്താനുള്ള ഉത്തരവാദിത്തം നമ്മുടെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ അതുപോലെ തന്നെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാനും കൂടി കഴിയണം. അങ്ങനെയല്ലാത്ത ഇടങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും സൗമ്യമായി ഏറ്റവും സ്നേഹത്തോടുകൂടി അത്തരം കേന്ദ്രങ്ങളെ തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയണം. അങ്ങനെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന മനുഷ്യരെ പുതിയ മനുഷ്യരായിട്ട് തുടരും. ഇനി മറ്റൊരാൾ ഇതുപോലെയുള്ള കുറ്റകൃത്യം ചെയ്യില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കണം. മുനിസിപ്പൽ ചെയർമാൻ പി.കെ. ശശി, മുനിസിപ്പൽ വാർഡ് കൌൺസിലർ ബൈജു വി.കെ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സി. ഭാസ്കരൻ മാസ്റ്റർ, ആർ. സത്യൻ, സി. കുമാരൻ, വി.കെ. അസീസ് മാസ്റ്റർ, വ്യാസൻ പി.പി, ചിത്രൻ കെ, റിനേസ് സി.പി എന്നിവർ പങ്കെടുത്തു. PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീജയൻ N റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ജയിൽ സൂപ്രണ്ട് അഖിൽരാജ് KP സ്വാഗതവും സബ് ജയിൽ സൂപ്രണ്ട് രവീന്ദ്രൻ VTK നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരേറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.